വത്തിക്കാനിൽ പോയ വാരത്തിൽ നടന്ന പ്രധാന പരിപാടികളിലൂടെയും മാർപ്പാപ്പയുടെ സന്ദേശങ്ങളിലൂടെയും ഒരു യാത്ര. വത്തിക്കാൻ ഡയറിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രിയ മക്കളെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് ലയോ പതിനാലാമൻ പാപ്പ സ്പെയിനിലെ വൈദികർക്ക് സന്ദേശം അയച്ചു. മാഡ്രിഡിൽ നടക്കുന്ന വൈദിക സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന 1500 വൈദികർക്ക് വേണ്ടിയാണ് പാപ്പയുടെ ഈ സന്ദേശം. പൗരോഹിത്യത്തിന്റെ കാതലായ അർത്ഥം മറ്റൊരു ക്രിസ്തുവായി മാറുക എന്നതാണെന്ന് ഓർമ്മിപ്പിച്ച പാപ്പ, പുരോഹിതൻ പൊങ്ങച്ചം കാണിക്കേണ്ടവനല്ലെന്നും മറഞ്ഞിരിക്കുന്ന ഒരു ജീവിതം നയിക്കേണ്ടവനല്ലെന്നും വ്യക്തമാക്കി. ദൈവത്തെ അനുഗമിക്കാൻ ഒരു പുരോഹിതനെ ഏറെ സഹായിക്കുന്നവയാണ് ബ്രഹ്മചര്യം, ദാരിദ്ര്യം, അനുസരണമെന്നും പാപ്പ സന്ദേശത്തിൽ പറഞ്ഞു. ഉക്രൈനെ പിന്തുണയ്ക്കുന്നതിന്റെ ഭാഗമായി 80 ജനറേറ്ററുകളും മരുന്നും ഭക്ഷണവും മാർപ്പാപ്പ ഉക്രൈനിലേക്ക് കയറ്റി അയച്ചു. ബോംബാക്രമണം ഏറ്റവും കൂടുതൽ ബാധിച്ച ശൈത്യമേഖലാ പ്രദേശങ്ങളിലേക്കാണ് പാപ്പയുടെ സഹായം എത്തുന്നത്. ഉക്രൈനിൽ കടുത്ത തണുപ്പ് നേരിടുന്ന സമൂഹങ്ങളെ സഹായിക്കുന്നതിനായി ജനറേറ്ററുകളുമായി 3 ട്രക്കുകളാണ് വത്തിക്കാനിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നത്. ഉക്രൈനിലെ രാത്രികാല താപനില -15°C താഴ്ന്നിരിക്കുകയാണ്. ഇത് പല കുടുംബങ്ങളെയും ചൂട് തേടി വീടുകൾ വിട്ട് ഷെൽട്ടറുകളിലേക്ക് പോകാൻ നിർബന്ധിതരാക്കിയിരിക്കുകയാണ്. കഠിനമായ ശൈത്യകാല മാസങ്ങളിൽ ഈ ഷെൽട്ടറുകളിൽ വൈദ്യുതിയും ചൂടാക്കലും ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ജനറേറ്ററുകൾ അയച്ചിരിക്കുന്നത്. ഇതാദ്യമായിട്ടല്ല ലയോ പാപ്പ ഉക്രൈനിലേക്ക് സഹായം അയക്കുന്നത്. 2025 ഡിസംബർ 28-ന് 3 ട്രക്ക് നിറയെ സ്പെഷ്യൽ ഫുഡ് ഐറ്റവും മറ്റ് നിരവധി സമ്മാനങ്ങളും പാപ്പ ഉക്രൈനിലേക്ക് കയറ്റി അയച്ചിരുന്നു. ഉക്രൈനിൽ നടക്കുന്ന യുദ്ധങ്ങളെ തുടർച്ചയായി പാപ്പ അപലപിക്കുന്നുമുണ്ട്. വത്തിക്കാൻ ഫെബ്രുവരി 13-ന് ലോക റേഡിയോ ദിനം ആചരിച്ചു. 1931 ഫെബ്രുവരി 12-നാണ് വത്തിക്കാൻ റേഡിയോയുടെ സ്ഥാപക ദിനം. ഇതോടെ 95 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് വത്തിക്കാൻ റേഡിയോ. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്നതാണ് പരിശുദ്ധ സിംഹാസനം ആരംഭിച്ചിരിക്കുന്ന വത്തിക്കാൻ റേഡിയോ. 11-ാം പിയൂസ് പാപ്പ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് മാർക്കോണി വത്തിക്കാൻ റേഡിയോ ആരംഭിച്ചത്. പിയൂസ് 12-ാം പാപ്പയുടെ ഒമ്നി ക്രിയച്ചോറെ എന്ന പൊന്തിഫിക്കൽ സന്ദേശമാണ് ആദ്യമായി റേഡിയോയിലൂടെ പ്രക്ഷേപണം ചെയ്തത്. 56 ഭാഷകളിലായി ഷോർട്ട് വേവ്, മീഡിയം വേവ്, FM, ഉപഗ്രഹം, ഇന്റർനെറ്റ് എന്നീ സംവിധാനങ്ങളിലൂടെ വത്തിക്കാൻ റേഡിയോ സംപ്രേഷണം ചെയ്യുന്നു. 2000 ആണ്ടിന് ശേഷം വത്തിക്കാൻ റേഡിയോ പുതിയ സാങ്കേതിക വിദ്യകൾ ശീലിച്ചു തുടങ്ങി. റേഡിയോയുടെ വർദ്ധിച്ചുവരുന്ന ചെലവ് പരിഹരിക്കാനുള്ള മാർഗമെന്ന നിലയിൽ 2009 മുതൽ വത്തിക്കാൻ റേഡിയോയിൽ വാണിജ്യ പരസ്യങ്ങൾ ആരംഭിച്ചു. 2010-ൽ ഒരു യൂട്യൂബ് ചാനലും ആരംഭിച്ചു. 69 രാജ്യങ്ങളിൽ നിന്നുള്ളവർ വത്തിക്കാൻ റേഡിയോയിൽ ജോലി ചെയ്യുന്നു. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളെ സഭയുടെ സാമൂഹിക തത്വങ്ങളുടെ കണ്ണുകളിലൂടെ നോക്കിക്കണ്ടുകൊണ്ട് സമൂഹത്തിൽ ഐക്യം പ്രോത്സാഹിപ്പിക്കാനും സത്യത്തിന് ശുശ്രൂഷ ചെയ്യാനും വേണ്ടി ആയുധരഹിതവും നിരായുധീകരിക്കുന്നതുമായ ആശയവിനിമയ ശൈലി മുന്നോട്ട് വെച്ചാണ് വത്തിക്കാൻ റേഡിയോ നാളിതുവരെ പ്രവർത്തിച്ചതെന്ന് 95-ാം വാർഷികത്തോടനുബന്ധിച്ച് പുറപ്പെടുവിച്ച സന്ദേശത്തിൽ വത്തിക്കാൻ റേഡിയോ വത്തിക്കാൻ ന്യൂസ് എഡിറ്റോറിയൽ വിഭാഗത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ മാസിമിലിയാനോ മെനിക്കത്തി പറഞ്ഞു. വാർഷികത്തോട് അനുബന്ധിച്ച് ഫെബ്രുവരി 13-ന് വത്തിക്കാൻ റേഡിയോ ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ജർമ്മൻ, സ്പാനിഷ്, ഇറ്റാലിയൻ, പോർച്ചുഗീസ്, പോളിഷ് എന്നീ 7 ഭാഷകളിൽ പ്രത്യേക പരിപാടികൾ അവതരിപ്പിച്ചു. നിർമ്മിത ബുദ്ധി ഒരു ഉപകരണമാണ്, സ്വരമല്ല എന്നാണ് ലോക റേഡിയോ ദിനാചരണത്തോട് അനുബന്ധിച്ച് വത്തിക്കാൻ റേഡിയോ തിരഞ്ഞെടുത്ത വിഷയം. തിരുവചനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ലയോ 14-ാമൻ പാപ്പ. തിരുവചനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നത് തിരുലിഖിതങ്ങളിലൂടെ താനുമായി സംഭാഷണത്തിലേർപ്പെടാൻ നമ്മെ ക്ഷണിക്കുന്ന ദൈവവുമായി ആഴമേറിയ ഒരു ബന്ധത്തിലേർപ്പെടാനുള്ള ഒരു വാതിലാണ് തുറക്കുന്നത്. അനുദിനം ദൈവനിവേശിത വചനം വായിക്കാനും ധ്യാനിക്കാനും ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും പോഷിപ്പിക്കാനും ജീവിതത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മെ നയിക്കാനും ദൈവവചനത്തിന് കഴിയട്ടെ. എക്സ് പ്ലാറ്റ്ഫോമിലാണ് മാർപ്പാപ്പ ഈ വരികൾ കുറിച്ചത്. ബുധനാഴ്ചയിലെ പൊതുദർശന വേളയിലും പാപ്പ സംസാരിച്ചത് തിരുവചനത്തിന് സഭയിലും വിശ്വാസ ജീവിതത്തിലുമുള്ള പ്രാധാന്യത്തെക്കുറിച്ചായിരുന്നു. സഭയ്ക്ക് ഏൽപ്പിക്കപ്പെട്ടതും അവൾ സംരക്ഷിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നതുമായ വിശുദ്ധ ഗ്രന്ഥം സുപ്രധാനമായ ഒരു പങ്കാണ് വഹിക്കുന്നതെന്നും എല്ലാ വിശ്വാസികളും ദൈവവചനമാകുന്ന ഉറവയിൽ നിന്ന് കുടിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്നും ഇത് പ്രധാനമായും വിശുദ്ധ കുർബാനയിലൂടെയും മറ്റു കൂദാശകളിലൂടെയുമാണ് സാധ്യമാകുന്നതെന്നും പാപ്പ പൊതുകൂടിക്കാഴ്ചയിൽ പറഞ്ഞു. വത്തിക്കാൻ കൗൺസിലിനെയും അതിൻ്റെ പ്രമാണരേഖകളെയും ആസ്പദമാക്കിയുള്ള പ്രബോധന പരമ്പരയാണ് ലയോ 14-ാമൻ പാപ്പ ബുധനാഴ്ചകളിലെ കൂടിക്കാഴ്ചകളിൽ ഇപ്പോൾ നൽകി വരുന്നത്. അതിശൈത്യവും മഴയും മൂലം പോൾ 6-ാമൻ ഹാളിലാണ് പൊതുകൂടിക്കാഴ്ച നടന്നത്. മുത്തശ്ശിമാരുടെയും വൃദ്ധജനങ്ങളുടെയും 6ാമത് ആഗോളദിനത്തിന്റെ വിഷയം പ്രസിദ്ധീകരിച്ചു. ഞാൻ നിന്നെ മറക്കുകയില്ല എന്നതാണ് ഈ വർഷത്തെ വിചിന്തന വിഷയം. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ 49-ാം അധ്യായം 15-ാം തിരുവചനമായ ഞാൻ നിന്നെ മറക്കുകയില്ല എന്നതാണ് ഈ വർഷത്തെ വിചിന്തന വിഷയം. ഈ തിരുവചനം എല്ലാ മുത്തശ്ശിമാർക്കും
പ്രായമായവർക്കും, പ്രത്യേകിച്ച് ഏകാന്തതയിൽ ജീവിക്കുന്നവർക്കും ഉപേക്ഷിക്കപ്പെട്ടവർക്കും ആശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശമാണെന്ന് അൽമായർക്കും കുടുംബത്തിനും ജീവനും വേണ്ടിയുള്ള വത്തിക്കാൻ ഡിക്കാസ്ട്രിയുടെ കുറിപ്പിൽ പറയുന്നു. 2021 ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് മുത്തശ്ശി മുത്തശ്ശന്മാർക്കും വൃദ്ധജനങ്ങൾക്കുമായി സഭാതലത്തിൽ ഒരു ആഗോള ദിനത്തിന് തുടക്കം കുറിച്ചത്. എല്ലാ വർഷവും ജൂലൈ മാസത്തിലെ 4ാം ഞായറാഴ്ചയാണ് ഈ ദിനാചരണം നടത്തുന്നത്. ഈ വർഷം ജൂലൈ 26-ാം തീയതിയാണ് ആഘോഷിക്കുന്നത്. ഈശോയുടെ മുത്തശ്ശി മുത്തശ്ശന്മാരായ യാവോക്കിമിന്റെയും അന്നായുടെയും തിരുനാൾ ദിനം കൂടിയാണ് അന്നേ ദിവസം. ക്രിസ്തുവുമായുള്ള അവാച്യമായ കൂട്ടായ്മയിൽ നിന്ന് വരുന്ന സുവിശേഷത്തിന്റെ സമാധാനവും പ്രോത്സാഹനവും മാത്രമാണ് രോഗികൾക്ക് ആശ്വാസം പകരുന്നതെന്ന് ലയോ പതിനാലാമൻ പാപ്പ. പെറുവിലെ ചിക്ലായോയിലുള്ള സമാധാന മാതാവിന്റെ ദേവാലയത്തിൽ നടന്ന 34ാമത് ലോക രോഗി ദിനാചരണത്തിന് നൽകിയ സന്ദേശത്തിലാണ് പാപ്പ ഇക്കാര്യം പറഞ്ഞത്. മാർപ്പാപ്പയുടെ പ്രതിനിധിയായി സമഗ്ര മാനവിക വികസനത്തിനായുള്ള ഡിക്കാസ്ട്രി അധ്യക്ഷൻ കർദിനാൾ മൈക്കിൾ ചേർണി ചടങ്ങിൽ പങ്കെടുത്തു. സമരിയക്കാരന്റെ അനുകമ്പ, അപരന്റെ വേദന ഏറ്റെടുത്തുകൊണ്ട് അവനെ സ്നേഹിക്കുക എന്നതായിരുന്നു ഈ വർഷത്തെ വിഷയം. അന്നേ ദിവസം വത്തിക്കാൻ ഉദ്യാനത്തിലുള്ള ലൂർദ് മാതാവിന്റെ ഗ്രോട്ടോയിലെത്തി മാർപ്പാപ്പ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഗ്രോട്ടോയിൽ കാത്തുനിന്നിരുന്ന രോഗികളെ അഭിസംബോധന ചെയ്ത പാപ്പ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും കർത്താവിന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിച്ചു. ലോകരോഗി ദിനം നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സാന്നിധ്യം നമ്മെ ഓർമ്മിപ്പിക്കുന്ന മനോഹരമായ ദിനമാണെന്നും പാപ്പ പറഞ്ഞു. അന്താരാഷ്ട്ര ദിവ്യകാരുണ്യ കോൺഗ്രസിൽ പങ്കെടുക്കുന്നതിനായി ലയോ പതിനാലാമൻ പാപ്പ 2028 സിഡ്നി സന്ദർശിച്ചേക്കുമെന്ന് സൂചന. സംഘാടക സമിതിയുടെ CEO ബിഷപ്പ് റിച്ചാർഡ് ഉംബേഴ്സ് ആണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ലയോ പതിനാലാമൻ പാപ്പ സ്ഥാനാരോഹണം ചെയ്തതിന്റെ പിറ്റേ ദിവസം തന്നെ അന്താരാഷ്ട്ര ദിവ്യകാരുണ്യ കോൺഗ്രസിൽ പങ്കെടുക്കാനായി സിഡ്നി സന്ദർശിക്കാൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് പാപ്പയെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അന്താരാഷ്ട്ര ദിവ്യകാരുണ്യ കോൺഗ്രസിൽ പങ്കെടുക്കാനുള്ള തന്റെ ആഗ്രഹം മാർപ്പാപ്പ സിഡ്നി ആർച്ച് ബിഷപ്പ് ആന്റണി ഫിഷറിനോട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ ആദ്യമായി ഇന്റർനാഷണൽ യൂക്കറിസ്റ്റിക് കോൺഗ്രസ് നടന്നതിന്റെ 100ാം വാർഷികമാണ് 2028. 1928 മെൽബണിൽ വച്ചായിരുന്നു ഓസ്ട്രേലിയയിൽ ദിവ്യകാരുണ്യ കോൺഗ്രസ് നടന്നത്. കഴിഞ്ഞ ആഴ്ച ലയോ പതിനാലാമൻ പാപ്പ നടത്തിയ ചില കൂടിക്കാഴ്ചകളുടെ വിശേഷങ്ങൾ ഇനി പങ്കുവയ്ക്കാം. ഫെബ്രുവരി 12-ാം തീയതി യുക്രൈനിലെ ഗ്രീക്ക് കത്തോലിക്ക സഭാ തലവൻ ആർച്ച് ബിഷപ്പ് സിയാറ്റോസ്ലോവ് ഷെവ്ചുക് മാർപ്പാപ്പയെ സന്ദർശിച്ചു. ആർച്ച് ബിഷപ്പ് സിയാറ്റോസ്ലോവ് ഷെവ്ചുക് 2ാം തവണയാണ് ലയോ പതിനാലാമൻ പാപ്പയെ സന്ദർശിക്കുന്നത്. യുക്രൈൻ ജനതയോട് മാർപ്പാപ്പ കാണിക്കുന്ന ഐക്യദാർഢ്യത്തിനും പിന്തുണയ്ക്കും ആർച്ച് ബിഷപ്പ് നന്ദി അറിയിച്ചു. ഫെബ്രുവരി 13-ാം തീയതി ലയോ പാപ്പ ഇറ്റലിയിലെ സൈനിക വിഭാഗമായ കരിബിനേരിയുടെ റോമൻ പ്രവിശ്യയിലെ അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. കരിബിനേരി എന്ന വാക്ക് നമുക്കത്ര പരിചിതമായിരിക്കില്ല. ക്രമസമാധാനവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിൽ റോമിലെ മെട്രോപൊളിറ്റൻ പ്രദേശത്തും പ്രവിശ്യയിലും സേവനമനുഷ്ഠിക്കുന്ന ഇറ്റലിയിലെ സൈനിക വിഭാഗമാണ് കരിബിനേരി. ഇറ്റലിയിലെ ഒരു പ്രത്യേക സുരക്ഷാ സേനയാണിത്. സൈന്യത്തിന്റെ ഭാഗമായി നിലനിൽക്കുന്ന എന്നാൽ പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്കായി പോലീസിന്റെ ചുമതലകൾ നിർവഹിക്കുന്ന വിഭാഗമാണ് കരിബിനേരി. ഇറ്റലിയിൽ 2 തരം പോലീസ് സംവിധാനങ്ങളാണ് ഉള്ളത്. പൊലീസിയ ഡി സ്റ്റാറ്റോ കരിബിനിയേരി. ആദ്യത്തേത് സാധാരണ സിവിൽ പോലീസും രണ്ടാമത്തേത് സൈനിക സ്വഭാവമുള്ള പോലീസും. കരിബിനിയേരികൾക്ക് രാജ്യത്തുടനീളം വലിയ ബഹുമാനമുണ്ട്. കറുത്ത നിറത്തിലുള്ളതാണ് ഇവരുടെ യൂണിഫോം. ചുവപ്പ് വരെയുള്ള പ്രത്യേക അടയാളവുമുണ്ട്. സൈനിക ഘടകം, പൊതുനിയമ സംരക്ഷണം, ഗ്രാമപ്രദേശങ്ങളിലെ സേവനം, ഇവയ്ക്ക് പുറമെ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ, പുരാവസ്തു സംരക്ഷണം, പരിസ്ഥിതി സംരക്ഷണം എന്നിങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങളും കരിബിനിയേരിയുടേതായിട്ട് ഉണ്ട്. എല്ലായ്പ്പോഴും സത്യസന്ധമായ മനസാക്ഷിയോടും സൈനിക വിഭാഗത്തിന്റെ തത്വങ്ങളോടും നിയമങ്ങളോടും വിശ്വസ്തയോടും ക്രൈസ്തവരെന്ന നിലയിൽ ക്രിസ്തുവിന്റെ കാരുണ്യത്താൽ എല്ലാ ഉദ്ദേശ്യങ്ങളും ഓരോ പ്രവർത്തനവും നിറയ്ക്കുന്ന സുവിശേഷത്തോട് വിശ്വസ്തയോടെ പ്രവർത്തിക്കുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നതായും കൂടിക്കാഴ്ചയിൽ പാപ്പ കരിബിനേരിയിലെ അംഗങ്ങളോട് പറഞ്ഞു. അടുത്തത് ചില നിയമന വാർത്തകളാണ്. പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രസ് ഓഫീസ് ഡെപ്യൂട്ടി ഡയറക്ടറായി സിസ്റ്റർ നീന ബെനഡിക്ത ക്രാപ്പിച്ചിനെ മാർപ്പാപ്പ നിയമിച്ചു. ക്രൊയേഷ്യ സ്വദേശിയായ സിസ്റ്റർ നീന 2023 മുതൽ വാർത്താവിനിമയ കാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്ട്രിയിൽ സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. വിൻസെന്റ് പോൾ ചാരിറ്റി സഹോദരിമാർ എന്ന സന്യാസ സമൂഹത്തിലെ അംഗമാണ് സിസ്റ്റർ നീന. അടുത്തതായി ഡിക്കാസ്ട്രി ഫോർ ബിഷപ്സ് അംഗമായി സിസ്റ്റർ സിമോണ ബ്രാംബില്ലയെ ലയോ പതിനാലാമൻ പാപ്പ നിയമിച്ചു. 2025 ജനുവരി മുതൽ പ്രിഫെക്ട് ഓഫ് ദ ഡിക്കാസ്ട്രി ഫോർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് കോൺസിക്രേറ്റഡ് ലൈഫ് ആൻഡ് സൊസൈറ്റീസ് ഓഫ് അപ്പസ്തോലിക് ലൈഫിൽ സേവനം ചെയ്തു വരികയായിരുന്നു. ഇറ്റാലിയൻ സ്വദേശിയായ സിസ്റ്റർ സിമോണ കൺസോലാട്ടോ മിഷണറീസ് അംഗമാണ്. കുട്ടികളുടെ ആഗോള ദിനാചരണത്തിന് വേണ്ടിയുള്ള പൊന്തിഫിക്കൽ കമ്മിറ്റി ലയോ പതിനാലാമൻ പാപ്പ പിരിച്ചുവിട്ടു.
2024 നവംബറിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ കുട്ടികളുടെ ആഗോള ദിനാചരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ കമ്മിറ്റി സ്ഥാപിച്ചത്. ഇനി മുതൽ അൽമായർക്കും കുടുംബങ്ങൾക്കും ജീവനും വേണ്ടിയുള്ള ഡിക്കാസ്ട്രിയുടെ കീഴിലായിരിക്കും ഈ പൊന്തിഫിക്കൽ കമ്മിറ്റി പ്രവർത്തിക്കുന്നത്. ഈ ആഴ്ച ആഘോഷിക്കാൻ പോകുന്ന ലൂണാർ ന്യൂ ഇയറിന് ലിയോ 12 പാപ്പ ആശംസകൾ നേർന്നു. ഈസ്റ്റ് ഏഷ്യ ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലൂണാർ ന്യൂ ഇയർ ആഘോഷിക്കുന്നുണ്ട്. കൂടുതൽ തീവ്രതയോടെ കുടുംബ ബന്ധങ്ങളും സൗഹൃദങ്ങളും സന്തോഷത്തോടെ ആയിരിക്കാൻ ഈ അവസരത്തിൽ സാധിക്കട്ടെ എന്ന് പാപ്പ ആശംസിച്ചു. ലിയോ 12 പാപ്പ ഇടവക സന്ദർശനം ആരംഭിച്ചു. നോമ്പുകാലത്തെ 5 ഞായറാഴ്ചകളിലാണ് പാപ്പ ഇടവക സന്ദർശനം നടത്തുന്നത്. ഇടവക സന്ദർശനത്തിന്റെ തുടക്കമെന്ന നിലയിൽ റോമിന് സമീപത്തുള്ള ഓസ്റ്റിയ രൂപതയിലെ സെന്റ് മേരി ക്യൂൻ ഇടവക പാപ്പ സന്ദർശിച്ചു. ഞായറാഴ്ച വൈകുന്നേരം 3:45 പാപ്പ ഇവിടെ എത്തിയത്. കർദിനാൾ വികാർ ബാൽഡോ റൈനയും ഇടവക വികാരി ഫാദർ ജിയോവാനി പറ്റാനയും ചേർന്ന് പാപ്പയെ സ്വീകരിച്ചു. എന്റെ പുതിയ രൂപതയിലെ ആദ്യത്തെ ഇടവക സന്ദർശനമാണ് ഇത്. പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ ദേവാലയത്തിൽ നിന്ന് ഇടവക സന്ദർശനം ആരംഭിക്കാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്, പാപ്പ പറഞ്ഞു. കുട്ടികൾ, യുവജനങ്ങൾ, വൃദ്ധർ എന്നിവരുമായി പാപ്പ സംസാരിച്ചു. വിശുദ്ധ കുർബാന അർപ്പിച്ച് പാപ്പ സന്ദേശം നൽകി. 1-ാം ലോക മഹായുദ്ധകാലത്ത് പോപ്പ് ബെനഡിക്ട് 15 ഈ ഇടവകയ്ക്ക് രൂപം കൊടുത്തത് എന്ന് ലയോ പാപ്പ അനുസ്മരിച്ചു. പാരിഷ് പാസ്റ്ററൽ കൗൺസിൽ അംഗങ്ങളുമായും പാപ്പ കൂടിക്കാഴ്ച നടത്തി. ഉപവാസം എന്നാൽ ഭക്ഷണ സാധനങ്ങൾ ഉപേക്ഷിക്കുന്നത് മാത്രമല്ലെന്നും അയൽക്കാരനെതിരെ ആക്രമണോത്സുകമായ വാക്കുകൾ ഉപേക്ഷിക്കുന്നത് കൂടിയാണെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് ലിയോ 12 പാപ്പ നോമ്പുകാല സന്ദേശം നൽകി. കുടുംബങ്ങളിലും സുഹൃത്തുക്കൾക്കിടയിലും ജോലിസ്ഥലത്തും സമൂഹ മാധ്യമങ്ങളിലും രാഷ്ട്രീയ സംവാദങ്ങളിലും അപവാദങ്ങൾക്ക് പകരം വാക്കുകൾ അളന്നുപയോഗിക്കാനും ദയാപൂർവമായ പെരുമാറ്റം വളർത്തിയെടുക്കാനും പാപ്പ സന്ദേശത്തിൽ ആവശ്യപ്പെട്ടു. പങ്കുവയ്ക്കലിന്റെ യാത്ര ഇടവകകളും സഭാ കൂട്ടായ്മകളും നടത്തണം. മാനസാന്തരത്തിനുള്ള അവസരമായ നോമ്പുകാലത്ത് തിരുവചനത്തിന് കാതുകൊടുക്കണം, പാപ്പ ഓർമ്മിപ്പിച്ചു. നോമ്പുകാലത്തിലേക്ക് നാം ഇന്നു മുതൽ പ്രവേശിച്ചിരിക്കുകയാണല്ലോ. പാപ്പയുടെ ഈ നോമ്പുകാല സന്ദേശം നമുക്ക് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഏറ്റെടുക്കാം. മറ്റുള്ളവർക്കെതിരെ പ്രയോഗിക്കുന്ന വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കാനും ആരെയും വേദനിപ്പിക്കാതിരിക്കാനും നമുക്ക് ശ്രമിക്കാം. കൂടുതൽ അർത്ഥവത്തായ ഒരു നോമ്പാചരണത്തിന് അത് നമ്മെ സഹായിക്കും. പാപ്പ പറഞ്ഞതുപോലെ ദൈവവചനമാകുന്ന കണ്ണാടിയിൽ നോക്കി ജീവിതം നവീകരിക്കാനും അങ്ങനെ നോമ്പിന്റെ വിശുദ്ധി സ്വന്തമാക്കാനും നമുക്ക് കഴിയട്ടെ. വത്തിക്കാൻ ഡയറി ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.